ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ പഴമക്കാരൊക്കെ എപ്പോഴും തയ്യാറാക്കുന്ന ഒരു കറിയായിരുന്നു ഇത് മാത്രം മതിയായിരുന്നു ചോറ് കഴിക്കാൻ, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും തയ്യാറാക്കുന്നൊരു കറിയായിരുന്നു. ഇപ്പോൾ പക്ഷേ അധികം ആരും അങ്ങനെ വെക്കുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ചിക്കനും അതുപോലെ തന്നെ ബീഫും മീനൊക്കെ തന്നെയാണ്. ഇതുപോലത്തെ കറികളൊക്കെ വെക്കൽ അപൂർവമാണ് കേട്ടോ. പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. ഇത് മാത്രം മതിയാകും നമുക്ക് ചോറ് കഴിക്കാൻ. എത്ര വേണമെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു പപ്പായ പറിച്ചിട്ടുണ്ട്. അതിൻ്റെ ചൊനയൊന്ന് എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് കത്തിയും കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ഇങ്ങനെ കപ്പളങ്ങ എന്ന് പറയും ഞങ്ങളിവിടെ. അപ്പോൾ കപ്പളങ്ങ ഇതേപോലെ അരിയുന്ന സമയത്ത് കൈയൊക്കെ നല്ലതുപോലെ പൊള്ളുമെന്ന് പറയും. പക്ഷേ ഇതുപോലെ ചൊന നമ്മളിങ്ങനെ കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കൊത്തി കളഞ്ഞിട്ട് നല്ലതുപോലെ പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അധികവും കപ്പളങ്ങ ഇതേപോലെ കൈ പൊള്ളുന്നതിൻ്റെ പേരിലാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഭയങ്കര മടി കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ കൈയൊന്നും ഒട്ടും പൊള്ളത്തുമില്ല കേട്ടോ. നല്ലൊരു ഈസി ആയിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ ചെറുപയറും കൂടി ചേർത്തിട്ടാണ് കറി തയ്യാറാക്കുന്നത് കേട്ടോ. ഇത് മാത്രം മതി. നമുക്ക് രാവിലെ ദോശേൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും കുരു ഉണ്ടായിരുന്നില്ല. ഇത് നല്ലതുപോലെ വലിപ്പം വെക്കുന്ന ഒരു കപ്പളങ്ങയായിരുന്നു. ഞാനൊരു മീഡിയം വലിപ്പം ആയപ്പോൾ തന്നെ ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അധികം തൊലി അങ്ങനെ ചെത്തി മാറ്റുന്നുണ്ട്. ഇത്ര അധികം ചെത്താമെന്നില്ല, ഞാൻ കുറച്ച് അധികം ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൊലിയൊക്കെ ഒന്ന് നല്ലതുപോലെ കട്ടാക്കി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് ചെത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഇതൊന്ന് കഴുകിയെടുക്കണം. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇനി ഇത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറിക്കായതുകൊണ്ട് തന്നെ തീരെ ചെറുതാക്കണമെന്നൊന്നുമില്ല, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ ഇതാ കുക്കറിലേക്ക് ഞാനിവിടെ കുറച്ച് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചെറുപയർ മാത്രം എടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന എത്രത്തോളം നമുക്ക് കറി ആവശ്യമുണ്ട് അതിന് അനുസരിച്ച് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ രാവിലത്തേക്കും അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരത്തേക്കും കൂടി ചേർത്താണ് കറി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറുപയർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളവും ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ വെള്ളം വെച്ചോ, എന്നാൽ കുഴപ്പമില്ല. കാരണം നമ്മൾ ചാറുകറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ചെറുപയർ പുതിർത്തിയിട്ടൊന്നുമില്ല, പുതിർത്താണ്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ വെന്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കപ്പളങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് കാന്താരിമുളക് ഇത്രയും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കപ്പളങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയർ ഞാനിവിടെ ഒരു 3 ഫിസിലിൽ എനിക്ക് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിപ്പമുള്ള ചെറുപയറായിരുന്നു കേട്ടോ എൻ്റെത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇനി ഒറ്റൊരു ഫിസിൽ കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പളങ്ങയൊക്കെ കറക്റ്റ് രീതിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആ ചെറുപയറും കപ്പളങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ മൂടിയിട്ട് ഒന്ന് ഒറ്റൊരു ഫിസിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കപ്പളങ്ങ കറക്റ്റ് രീതിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കപ്പളങ്ങയിൽ നിന്നും ഓൾറെഡി കുറച്ച് വെള്ളം കൂടി ഇറങ്ങും കേട്ടോ. അപ്പം കരിഞ്ഞൊന്നും പോകത്തില്ല. ഇപ്പോൾ ഒരു ഫിസിൽ വന്നതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്കും നമ്മുടെ കപ്പളങ്ങയൊക്കെ കറക്റ്റ് രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പളങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം കൂടി ഇറങ്ങിയതുകൊണ്ട് നമ്മുടെ കറിക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ കയ്യിലുള്ള തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഈ കപ്പളങ്ങയൊന്ന് ചെറുതായ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഒന്നും ഉടയണമെന്നില്ല, എന്നാലും ചെറുങ്ങനെ നമുക്ക് ഇത് ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഉടയ്ക്കുന്നില്ല, ഇതേപോലെ ചെറുതായിട്ടൊന്ന് മാത്രം ഉടച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ച് അരപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ചെറിയ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിമുളകും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയുടെ കൂട്ട് നിർബന്ധമാണ്. അതാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇത് അരപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ തേങ്ങ അരക്കുന്ന കൂട്ടിൽ വെളുത്തുള്ളി അധികം ചേർക്കരുത്, ഒരു 2 ഇല്ലി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടണം, ഓവറായിട്ട് തിളപ്പിക്കണ്ട. തേങ്ങാക്കറി ഓവറായിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല, ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കറീൻ്റെ ആ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാ നല്ല കട്ടിയോട് കൂട്ടിയിട്ടുള്ള കറിയാണ്, ഓവറായിട്ട് കൊഴുത്ത കറിയല്ല, ഒരു മീഡിയം രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്കിതിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അപ്പോഴാണ് ഈ കറിക്ക് താളിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി കിട്ടണം. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കളറൊക്കെ മാറി വരുമ്പം ഇതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആ കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു പിഞ്ച് മുളക് പൊടി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ആ കറിയിലേക്ക് നമുക്ക് ഈ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിളപ്പിച്ച് വെച്ച ഈ കറിയിലേക്ക് നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലൊരു കറി, നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് കേട്ടോ. ഈ ഒരു മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിയിൽ നമ്മൾ ആദ്യമൊന്നും മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ താളിക്കുന്ന സമയത്ത് മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ലൊരു കളറും. നമുക്കിപ്പം ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കാണാനും കഴിക്കാനൊക്കെ. ഇതിലേക്ക് കാന്താരി മുളകൊക്കെ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കാന്താരി മുളകൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. പഴമക്കാരെ എപ്പോഴും എപ്പോഴും വീട്ടിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എല്ലാവരും ഈ കറീൻ്റെ ടേസ്റ്റും ഈ കറിയൊക്കെ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ കറി മാത്രം മതി കേട്ടോ, നമുക്ക് എന്തിൻ്റെ കൂടിയാണെങ്കിലും കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.